ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ യൂട്യൂബ് വീഡിയോ. ഇന്ന് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്ന മൊമെൻ്റം ഡ്രിബ്ലിംഗ് സ്കില്ല് അതെങ്ങനെ യൂസ് ചെയ്യണം, അതുള്ള പ്ലേസിനെ എങ്ങനെ പ്രോപ്പറായിട്ട് ട്രെയിൻ ചെയ്യാന്നുള്ള കാര്യമാണ്. കാരണം ഒട്ടുമിക്ക പ്ലേസിന് ഈ സ്കില്ലിൻ്റെ ഉപയോഗിക്കുന്ന രീതികളും കാര്യങ്ങളും അറിയത്തില്ല. അപ്പോൾ അതിനെക്കുറിച്ചൊരു വീഡിയോ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ഫസ്റ്റ് നമ്മുടെ കയ്യിൽ മൊമെൻ്റം ഡ്രിബ്ലേഴ്സ് ആയിട്ടുള്ള പ്ലേയേഴ്സ് നമ്മൾ ടീമിലേക്ക് എടുത്തിടുവാണ്. അപ്പോൾ അവരെ വെച്ച് നമുക്കൊരു ടീം ഉണ്ടാക്കാം. അപ്പോൾ അതുകൂടാതെ ഈ സ്കില്ലിനെ കുറിച്ച് പറയാനുള്ളത്, സ്കില്ലുള്ളത് ശരിക്കും നമ്മുടെ ഫോർട്രസ് സ്കില്ലിൻ്റെ ഓൾമോസ്റ്റ് സെയിം ആണ്. ഫോർട്രസ് ഡിഫൻഡേഴ്സിൻ്റെ അട്രിബ്യൂട്ട്സ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഈ സ്കില്ല് നമ്മുടെ അറ്റാക്കേഴ്സിൻ്റെ ഡ്രിബ്ലിംഗ് സ്റ്റാറ്റ്സ് ഇൻക്രീസ് ചെയ്യും. മാത്രമല്ല ഈ സ്കില്ല് ഫുൾ ടൈം ആക്ടിവേറ്റഡ് ആണ്. അപ്പോൾ നമുക്ക് ബാക്കി സ്കില്ലിനെ പോലെ സെക്കൻഡ് ഹാഫിനൊന്നും വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല, ഫുൾ ടൈം ആക്ടിവേറ്റഡ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടീം സെറ്റ് ചെയ്യാം, അതിന് ശേഷം നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇതാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്ന ടീം. ഇതിൽ 5 പേരെ ഞാൻ ടീമിൽ ഇട്ടിട്ടുണ്ട് അറ്റാക്കേഴ്സായിട്ട്, മൊമെൻ്റം ഡ്രിബ്ലിംഗ് ഉള്ളത്. ബാക്കിയുള്ളവരെ ഞാൻ സബിൽ വെച്ചിട്ടുണ്ട്. നമുക്കപ്പോൾ ഇങ്ങനെ സ്കില്ലിൻ്റെ കാര്യങ്ങൾ നമുക്ക് പോയി ട്രെയിനിങ് ഗ്രൗണ്ടിൽ പോയിട്ട് ചെക്ക് ചെയ്യാം. മൊമെൻ്റം ഡ്രിബ്ലിംഗ് എന്താണെന്ന് ഇപ്പോൾ സ്ക്രീനിൽ കാണിച്ചു തരാം. അപ്പോൾ ഈ കാണുന്നതാണ് മൊമെൻ്റം ഡ്രിബ്ലിങ്ങിൻ്റെ എക്സ്പ്ലനേഷൻ. ഇത്രയേ ഉള്ളൂ. നമ്മുടെ അറ്റാക്കേഴ്സിൻ്റെ ഡ്രിബ്ലിംഗ് ആട്രിബ്യൂട്ട്സ്, അതായത് ബോൾ കൺട്രോൾ, ടൈറ്റ് പൊസിഷൻ, പിന്നെ ഡ്രിബ്ലിംഗ് ഇമ്പ്രൂവ് ആവും ഒപ്പോണൻറ്റ് തേർഡിൽ ചെന്ന് കഴിയുമ്പോൾ. അതായത് ഒപ്പോണൻറ്റ് ബോക്സിൻ്റെ അടുത്ത് ചെന്ന് കഴിയുമ്പോൾ നമ്മുടെ പ്ലേയേഴ്സിൻ്റെ ഡ്രിബ്ലിംഗ് സ്കില്ല് ഇമ്പ്രൂവ് ആവും. ഒരു 25% ആണ് പറയുന്നത്. അത് 20 to 15% നമുക്ക് ഗെയിമിൽ നമുക്കത് ഫീൽ ആവും. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പ്ലേയേഴ്സ് ഇത് അറിയാതെ ഇതിന് നമ്മുടെ ഈ പ്ലേയേഴ്സിന് നന്നായിട്ട് ഡ്രിബ്ലിങ് കൂട്ടിക്കൊടുക്കും. അപ്പോൾ ഈ ബോക്സിൽ ചെന്ന് ബഫും കൂടെ കഴിയുമ്പോൾ നമ്മുടെ പ്ലേയേഴ്സ് കൺട്രോൾ ചെയ്യാൻ പാടായിരിക്കും, അവരുടെ ബാലൻസ് പെട്ടെന്ന് പോകും. അപ്പോൾ നമ്മൾ അവരെ പ്രോപ്പറായിട്ട് ട്രെയിൻ ചെയ്താൽ മാത്രമാണ് ഈ സ്കില്ല് നമുക്ക് യൂസ് ചെയ്യാൻ എളുപ്പമാകത്തുള്ളൂ. കാരണം ഈ സ്കില്ലിൻ്റെ ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ചെന്ന് ഒപ്പോണൻറ്റ് തേർഡ് ചെന്ന് കഴിയുമ്പോൾ നമ്മുടെ ടൈറ്റ് പൊസിഷൻ പെട്ടെന്ന് കൂടുകയാണെങ്കിൽ നമ്മുടെ ബോൾ കൺട്രോൾ നമ്മൾ അത്ര നേരം കൺട്രോൾ ചെയ്ത രീതി മാറിപ്പോകും. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് നമ്മളൊരു പ്ലേയേഴ്സിന്, ഈ സ്കില്ലുള്ള പ്ലേയേഴ്സിന് നമ്മൾ ട്രെയിൻ ചെയ്യുമ്പോൾ ചെയ്യാൻ. അപ്പോൾ ഈ സ്കില്ല് നന്നായിട്ട് വർക്ക് ചെയ്യുന്നൊരു പ്ലെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൊണാൾഡീനിയോ ആണ്. കാരണം റൊണാൾഡീനിയോ നമുക്കെല്ലാവർക്കും അറിയാം, നല്ല ഫ്ലുവൻ്റ് ആയിട്ട് ഈസി ആയിട്ട് ഡ്രിബിൾ ചെയ്ത് നമുക്ക് കയറിപ്പോകാൻ പറ്റുന്നൊരു പ്ലെയർ കൂടിയാണ് റൊണാൾഡീനിയോ, ടേൺ എടുക്കാനുള്ള കാര്യത്തിലൊക്കെ. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ഫൈനൽ തേർഡ്, അതായത് ഈ സ്കില്ല് ആക്ടിവേറ്റ് ചെയ്യുന്ന സോൺ ഈ കാണുന്നതാണ്. ഇവിടെ വെച്ചാണ് ഈ സ്കില്ല് പ്രോപ്പറായിട്ട് ആക്ടിവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മാക്സിമം അറ്റാക്കേഴ്സായിട്ടുള്ള AMF, LWF അല്ലെങ്കിൽ CF ഈ സ്കില്ലുണ്ടെങ്കിൽ വളരെ നല്ലതാണ് നമുക്ക് കളിക്കുമ്പോൾ. ഇപ്പോൾ നമുക്ക് റൊണാൾഡീനിയോയുടെ കാര്യം നോക്കാം. അപ്പോൾ ഇതിൻ്റെ സ്കില്ല് നമ്മൾ കണ്ടോ, നമ്മുടെ ബോൾ കൺട്രോളിങ്, ഡ്രിബ്ലിംഗ് സ്റ്റാറ്റ്സ്. അപ്പോൾ ഞാൻ കറക്റ്റ് 95 കൊടുത്തിട്ടുള്ളൂ. കാരണം അവിടെ ചെന്ന് കഴിയുമ്പോൾ അത് പെട്ടെന്ന് ഇമ്പ്രൂവ് ആയിട്ടൊരു 99, 96, 98 ആ ലെവലിൽ കിട്ടും. നമ്മൾ ഇത്രയും കൊടുക്കേണ്ട കാര്യമുള്ളൂ, അല്ലാതെ 100, 110 കൊടുക്കേണ്ട ഒരു കാര്യമില്ല. ബാക്കിയുള്ള പോയിൻറ്റ്സ് നമ്മൾ അതിൻ്റെ സ്പീഡിലോ അല്ലെങ്കിൽ ഫിനിഷിങ്ങിലോ നമുക്ക് ഈസി ആയിട്ട് കൊടുക്കാം. അപ്പോൾ ആ കാര്യങ്ങൾ നോക്കിയിട്ട് വേണം നമ്മൾ ഈ പ്ലേയേഴ്സിനെ ട്രെയിൻ ചെയ്യാൻ. എന്നാലാണ് നമുക്ക് ഈ സ്കില്ല് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൂടെ മനസ്സിലാക്കുക. അല്ലാതെ നമ്മളെല്ലാവരും ഇപ്പോൾ ഫുള്ള് പോയിൻ്റ് ചുമ്മാ ഓട്ടോ അലൊക്കേറ്റൊക്കെ ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ അത് പോയിൻ്റ് ശരിക്കും നമ്മൾ വേസ്റ്റ് ആക്കുന്ന രീതിയാണ്. അപ്പോൾ അത് മനസ്സിലാക്കി ഇനി ട്രെയിൻ ചെയ്യുമ്പോൾ ഇങ്ങനെ മൊമെൻ്റം പ്ലേയേഴ്സിനെ പ്രോപ്പറായിട്ട് ട്രെയിൻ ചെയ്യാൻ ശ്രദ്ധിക്കുക. പിന്നെ ഈ 95, 97 അതാണ് ഒരു പ്ലെയറിൻ്റെ ആട്രിബ്യൂട്ടിൻ്റെ ത്രെഷോൾഡ് 95. കാരണം അതിനപ്പുറത്തേക്ക് നമ്മൾ എത്ര കൊടുത്തിട്ടും നമുക്കറിയാൻ പറ്റത്തില്ല. പ്ലെയറിന് നമുക്ക് ആ കൊടുക്കുന്ന പോയിൻ്റ് ശരിക്കും നമുക്ക് ഗെയിമിലൊട്ടും അറിയാൻ പറ്റില്ല, ചെറിയൊരു ഡിഫറൻസേ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ഒരു ഒപ്റ്റിമം പോയിൻ്റ് എന്ന് പറയുന്നത് 95 97 കൊടുക്കാനാണ് നോക്കേണ്ടത്. പിന്നെ ഇപ്പോൾ ഈ ഗെയിം പ്ലേയിൽ നിങ്ങൾക്ക് അധികമായിട്ട് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, പക്ഷേ ഒരു കളിക്കുന്ന പ്ലെയർ ആണെങ്കിൽ അവർക്ക് ഈ സ്കില്ല് എങ്ങനെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെയാണ് അത് ആക്ടിവേറ്റ് ആവുന്നതെന്ന് കളിക്കുമ്പോൾ അത് ഫീൽ ആവും. കാരണം ഈ പ്രോ പ്ലേയേഴ്സ് എല്ലാം ഈ മൊമെൻ്റം ഡ്രിബ്ലേഴ്സുള്ള അറ്റാക്കേഴ്സിനെയാണ് ചൂസ് ചെയ്യത്തുള്ളൂ. കാരണം അവർക്കറിയാം ഒപ്പോണൻറ്റ് ബോക്സിൽ എത്തിക്കഴിയുമ്പോൾ ഈ പ്ലേയേഴ്സിന് ഈസി ആയിട്ട് നമുക്ക് ഡ്രിബിൾ ചെയ്യാനും ഡിഫൻഡേഴ്സിനെ നമുക്ക് ബീറ്റ് ചെയ്ത് കയറിപ്പോകാനും വളരെ എളുപ്പമാണ്. കാരണം നമ്മൾ 1-2 ഇപ്പോൾ ഞാൻ കയറി പോകുന്നുണ്ടോ, ഫിഗോ പെട്ടെന്ന് ഓടി പാസ് ചെയ്തു, ഗോൾ അടിച്ചു. വേറെ പ്ലെയർ ആണെങ്കിൽ ഇപ്പോൾ ആ ഡിഫൻഡറിനെ ബീറ്റ് ചെയ്യാൻ കുറച്ചും കൂടെ ടൈം എടുത്തേനെ, അവർ ഫിസിക്കൽ ബാറ്റിലിൽ നിന്നേനെ. പക്ഷേ ഫിഗോ പെട്ടെന്ന് തന്നെ അത്
ഓടിക്കയറാൻ പറ്റി ഫിഗോയ്ക്ക്, വെയിറ്റിംഗ് വന്നിട്ടില്ല. അതാണ് ഈ സ്കില്ലിൻ്റെ ഒരു പ്രത്യേക ഗുണം. പിന്നെ നമുക്ക് ഓക്വേർഡായ പൊസിഷനിലൊക്കെ ബോൾ നമ്മുടെ കയ്യിലേക്ക് വന്നു കഴിഞ്ഞാൽ ബോൾ കൺട്രോളിങ് ഉള്ളതുകൊണ്ട് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാനും പെട്ടെന്ന് നമുക്ക് അവിടെ നിന്ന് മൂവ് ചെയ്ത് മാറാനും നമുക്ക് പറ്റും. ഇപ്പം ഈ സ്കില്ല് നമ്മൾ ഉപയോഗിക്കുമ്പോൾ മാക്സിമം ഒപ്പോണൻറ്റ് ബോക്സിൽ ഒന്ന് സ്ലോ ഡൗൺ ചെയ്യുക, പിന്നെ ബേസ്റ്റ് ചെയ്ത് അവിടെ നിന്ന് മാറിപ്പോകും. അങ്ങനെയാണ് നമ്മൾ ശരിക്കും ചെയ്യേണ്ടത് ഇത് കളിക്കുമ്പോൾ. അല്ലെങ്കിൽ നമ്മളിപ്പോൾ മാക്സിമം കാണുന്നത് 4-4-2 കളിക്കുന്ന പ്ലേയേഴ്സ് ആണെങ്കിൽ AMFൽ നിന്ന് നേരെ CFലേക്ക് പാസ് കൊടുക്കുക, CFൽ നിന്ന് 1-2 കളിക്കുക. അതായത് രണ്ട് CFനും മൊമെൻ്റം ഉണ്ടെങ്കിൽ 1-2 കളിച്ച് ഈസി ആയിട്ട് ഡിഫൻഡറിനെ ബീറ്റ് ചെയ്ത് കയറി പോകാൻ പറ്റും. അത് ശരിക്കും ഒരു ഗ്ലിച്ചാണ്. അത് നമ്മുടെ ഇതിനെക്കുറിച്ച് ആരും അങ്ങനെ പറയുന്നത് എൻ്റെ വീഡിയോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. കാരണം ഇതൊരു സീക്രട്ടായിട്ട് വെച്ച് കഴിഞ്ഞാൽ പ്രൊഫഷണൽ പ്ലേയേഴ്സ്, അത് പ്രോസിന് ഈസി ആയിട്ട് വിന്നടിച്ച് പോകാനും കയറി പോകാനും പറ്റും. പിന്നെ നമ്മൾ അറ്റാക്കിംഗ് തേർഡിൽ മാക്സിമം പ്ലേയേഴ്സ് മൊമെൻ്റം പ്ലേയേഴ്സ് ഉണ്ടെങ്കിൽ അറ്റാക്കിംഗ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു കോർഡിനേറ്റഡ് അറ്റാക്കായിരിക്കും. കാരണം എല്ലാ പ്ലേയേഴ്സും ഈസി ആയിട്ട് ഡിഫൻഡേഴ്സിനെ വെട്ടിച്ച് ഗ്ലൈഡ് പാസ്സായിട്ട് കയറി പോകും. അതിപ്പോൾ ഞാനൊരു അറ്റാക്കിൽ അതിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു, ഞാനിപ്പോൾ വീഡിയോയിൽ കാണിച്ചു തരാം. പിന്നെ നമുക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊമെൻ്റം ഡ്രിബിൾ, ഇപ്പോൾ ഡബിൾ സ്കില്ല് വരുന്നതുകൊണ്ട് മൊമെൻ്റം ഡ്രിബിളിൻ്റെ കൂടെ ഫിനോമിനൽ ഫിനിഷിങ്ങോ ഒക്കെ വന്ന പ്ലേയേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കോയിൻ ഉണ്ടെങ്കിൽ അത് വേസ്റ്റ് ചെയ്യാതെ നേരെ ആ പ്ലേയേഴ്സിന് എടുത്തോളുക. പിന്നെ അറ്റാക്കേഴ്സിൻ്റെ കാര്യത്തിൽ വേറെ ചിന്തിക്കേണ്ട പറ്റില്ല. കാരണം ഈ രണ്ട് സ്കില്ലും ഉണ്ടെങ്കിൽ പ്ലേയേഴ്സ് നല്ല സൂപ്പറായിട്ട് കളിക്കും. കാരണം വാൻ പാസ്റ്റിന് അതേ ഗുണമുള്ള ഒരു പ്ലെയറാണ്, ഹെവി പ്ലെയർ ആയിരുന്നു. പക്ഷേ ഈ മൊമെൻ്റം ഡ്രിബ്ലിങ്ങും ഫിനോമിനൽ ഫിനിഷിങ്ങും വന്നതോടെ വാൻ പാസ്റ്റിന് ഇപ്പോൾ നല്ലൊരു പ്ലെയറായിട്ട് മാറിയിട്ടുണ്ട് പുതിയത് വന്നത്. ഇപ്പോൾ പേഴ്സണലി എൻ്റെ കയ്യിലുണ്ട്, ഞാൻ കളിപ്പിക്കാറുള്ളതാണ്. ഇപ്പോൾ ആ സ്കില്ലുള്ള പ്ലേസ് വന്നാൽ നിങ്ങളെ കോയിൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എടുക്കാൻ ശ്രദ്ധിക്കുക. ഇത് കണ്ടില്ല, ഇത് അത് തന്നെയാണ് എക്സാമ്പിൾ. രണ്ട് പ്ലേസ് എനിക്ക് അവിടെ ഓപ്ഷൻ ഉണ്ട് അടിക്കാൻ. ഒന്നെങ്കിൽ ഇവിടെ നിന്ന് ഡയറക്റ്റ് അടിക്കാൻ, അല്ലെങ്കിൽ യമാലിന് കൊടുത്തും വേണമെങ്കിൽ അടിക്കാമായിരുന്നു. കാരണം അവർ രണ്ടുപേരെയും ഡിഫൻഡേഴ്സിന് ആ സ്പ്ലിറ്റ് സെക്കൻഡിൽ പ്രഷർ ചെയ്ത് പിടിക്കാൻ പറ്റത്തില്ല. കാരണം അവർ ഗ്ലൈഡ് പാസ് ചെയ്ത് എങ്ങനെ വന്നാലും ഈസി ആയിട്ട് കടന്നു പോയിട്ടുണ്ടാവും. അതാണ് ഈ സ്കില്ലിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ്. പക്ഷേ ഈ സ്കില്ലിൻ്റെ ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ആരും പറഞ്ഞു തന്നെ ഞാൻ കണ്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കിയത് തന്നെ. പിന്നെ പറയാനുള്ളത്, ലാസ്റ്റ് വീഡിയോയിൽ നിങ്ങൾ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തു. ഇനി അങ്ങനത്തെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം. അത് ഇതേപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഏതെങ്കിലും കോണ്ടൻറ്റ് സെലക്ട് ചെയ്തിട്ടായിരിക്കും ഞാൻ വരുന്നത്. അപ്പം എല്ലാവർക്കും താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്. പിന്നെ എല്ലാവരും ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.